ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. ഇന്ന് സ്ത്രീകളെയും പുരുഷന്മാരെയും വളരെ കോമൺ ആയിട്ട് അലട്ടുന്ന ഒരു പ്രശ്നമാണ് രക്തക്കുറവ്. കൊച്ചുകുട്ടികൾക്ക് പലപ്പോഴും ഈ പഠിക്കുന്നുവെന്ന് ഓർമ്മ നിൽക്കുന്നില്ല എന്ന പ്രശ്നം കൊണ്ട് ഡോക്ടറെ പോയി കാണുമ്പോൾ ഡോക്ടർ ആദ്യം പരിശോധിക്കുന്നത് ആ കുട്ടിക്ക് രക്തക്കുറവുണ്ടോ, വിളർച്ചയുണ്ടോ, ഹീമോഗ്ലോബിൻ കുറവാണോ എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ചില രോഗങ്ങൾ ബാധിക്കുന്നു, നിങ്ങൾക്ക് അമിതമായിട്ടുള്ള ക്ഷീണം വരുന്നു, വന്ന രോഗങ്ങൾ പെട്ടെന്ന് വിട്ടുമാറുന്നില്ല, രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ നിങ്ങൾ അലട്ടിക്കൊണ്ടേയിരിക്കുന്നു. ഈ ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടെങ്കിലും ഡോക്ടർ ആദ്യം നോക്കുന്നത് രക്തക്കുറവുണ്ടോ എന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രക്തക്കുറവുണ്ടെങ്കിൽ എളുപ്പത്തിൽ തിരിച്ചറിയാൻ സഹായിക്കുന്ന 5 പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഞാൻ വിശദീകരിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് രക്തക്കുറവ് നമ്മുടെ ഓക്സിജനിൽ, നമ്മുടെ രക്തത്തിലുള്ള ഓക്സിജൻ ക്യാരിയിങ്ങിൽ വരുന്ന വ്യത്യാസം കൊണ്ടുണ്ടാകുന്ന തലച്ചോറിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ. നിങ്ങൾക്ക് ഓർമ്മക്കുറവ് അനുഭവപ്പെട്ടു എന്ന് പറയാം, നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് സ്ട്രെയിൻ ചെയ്യുമ്പോൾ തലവേദന വന്നു എന്ന് പറയാം, തലപ്പെരുപ്പ്, തലകറക്കം പോലുള്ള ബുദ്ധിമുട്ടുകൾ. ഒന്നുകിൽ നിങ്ങൾക്ക് ഉറക്കക്കുറവ് അനുഭവപ്പെടാം, ഇല്ലെങ്കിൽ നിങ്ങൾ ഇരുന്നുറങ്ങി എന്ന് വരാം. ഇതെല്ലാം രക്തക്കുറവിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ്. ഇനി നിങ്ങൾ വ്യായാമം ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങൾക്ക് തലവേദന വരുന്നു, നിങ്ങൾക്ക് പെട്ടെന്ന് കിതപ്പ് വരുന്നു, നിങ്ങൾക്ക് നെഞ്ചെടുപ്പ് വരുന്നു. പലപ്പോഴും നമ്മൾ കയറ്റം കയറുന്ന സമയത്ത് നെഞ്ച് പടപട ഇടിക്കുന്ന, നമ്മുടെ നെഞ്ചെടുപ്പ് നമുക്ക് തന്നെ അറിയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആദ്യം സംശയിക്കേണ്ടത് നിങ്ങൾക്ക് രക്തക്കുറവുണ്ടോ എന്നാണ്. മറ്റു ചിലർക്ക് അല്പം കൂടുതൽ സ്ട്രെയിൻ ചെയ്യുമ്പോഴോ കയറ്റം കയറുമ്പോഴോ അല്ല, നെഞ്ചിൽ പെട്ടെന്ന് ഒരു കല്ലെടുത്ത് വെച്ചോ ഒരു ഭാരം ഇരിക്കുന്നത് പോലുള്ള ഒരു തോന്നൽ വന്നു വരാം. ഇതാണ് നമ്മൾ രക്തക്കുറവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണം. രണ്ടാമത്തത് നമ്മുടെ സ്കിന്നിൽ കാണുന്ന ചേഞ്ചസ് ആണ്. ഒന്ന്, നമ്മുടെ സ്കിന്നിൻ്റെ തിളക്കം നഷ്ടപ്പെടുന്നു, സ്കിന്നിൽ ചെറിയ ചുളിവുകൾ വരാനുള്ള സാധ്യതയുണ്ട്, മുടി വല്ലാണ്ട് പൊഴിഞ്ഞു എന്ന് വരാം. ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മുടെ ശരീരത്തിൽ അയൺ കുറയുന്നത്, രക്തം കുറയുന്നതിൻ്റെ പ്രധാന ലക്ഷണങ്ങളിലൊന്ന്, ആദ്യത്തെ ലക്ഷണം മുടി പൊഴിച്ചിലാണെന്നാണ്. ഇത് നമ്മുടെ കണ്ണുകൾക്ക് തിളക്കം നഷ്ടപ്പെടുന്നു, നമ്മുടെ സ്കിന്നിൽ ചേഞ്ച് അനുഭവപ്പെടാൻ തുടങ്ങുന്നു. മൂന്നാമത്തെ ലക്ഷണം, നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മുടെ വിരൽ തുമ്പത്ത് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗം പെട്ടെന്ന് വെളുപ്പാവും. നിങ്ങൾക്കറിയാം, നമ്മുടെ നഖം പ്രസ് ചെയ്താലോ നമ്മുടെ വിരൽ പ്രസ് ചെയ്താലോ പെട്ടെന്ന് വെളുപ്പ് നിറമാവും. പെട്ടെന്ന് നമ്മൾ ആ കയ്യങ്ങ് എടുത്തു കഴിഞ്ഞാൽ ആ ഭാഗത്ത് ഉടൻ തന്നെ 1-2 സെക്കൻഡിനകത്ത് ചുവപ്പ് നിറം വരുന്നു. കാപ്പിലറി ഫില്ലിംഗ് ടൈം എന്നാണ് അതിന് പറയുന്നത്. ഒരു 1-2 സെക്കൻഡിനകത്ത് അവിടെ പഴയ പോലെ ചുവപ്പ് നിറം വരുന്നു. നിങ്ങൾ ആർക്ക് വേണമെങ്കിലും നിങ്ങളുടെ കയ്യിൽ പരിശോധിച്ച് നോക്കാം. എന്നാൽ നിങ്ങളിങ്ങനെ പ്രസ് ചെയ്ത് വിടുന്ന സമയത്ത് തിരിച്ച് ചുവപ്പ് നിറം വരാനായിട്ട് ഒരു 2 സെക്കൻഡിൽ കൂടുതൽ സമയമെടുക്കുന്നു, 3-4-5 സെക്കൻഡ് സമയമെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്തക്കുറവുണ്ട് എന്ന് നമ്മൾ സംശയിക്കേണ്ടതാണ്. ഇനി നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ കൈകളിലും കാലുകളിലും ഉണ്ടാകുന്ന അകാരണമായിട്ടുള്ള തണുപ്പ്. സാധാരണ നമ്മുടെ ശരീരത്തിന് ഒരു ചെറിയ ചൂടുണ്ടാവും. ക്ലൈമറ്റ് തണുപ്പാകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് ഒരു അല്പം ചൂട് കൂടുതൽ പോലെ സാധാരണ ഫീൽ ചെയ്യാറുണ്ട്. എന്നാൽ നമ്മുടെ കൈകാലുകൾ തൊട്ട് നോക്കുമ്പോൾ പതിവില്ലാത്ത ഒരു തണുപ്പ്, ഒരല്പം തണുപ്പ് കൂടുതൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്തക്കുറവുണ്ടോ എന്ന് സംശയിക്കേണ്ടത് ആവശ്യമാണ്. ഇനി അഞ്ചാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ശരീരത്തിൽ വരുന്ന കഴപ്പാണ്. മസിൽ ക്രാംസ് എന്ന് പറയും. നമ്മുടെ കൈകാലുകൾ ഇടയ്ക്കിടയ്ക്ക് കോച്ചി പിടിക്കുന്നു. നമ്മൾ നടക്കുമ്പോഴോ മൂവ് ചെയ്യുന്ന സമയത്തോ പെട്ടെന്ന് മസിൽ വലിഞ്ഞു മുറുകുന്ന പോലെയോ പെട്ടെന്ന് ഏതെങ്കിലും ഒരു ഭാഗത്ത് വലിയുന്ന പോലെയോ വേദനയോ കഴപ്പോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ രക്തക്കുറവുണ്ടോ എന്ന് സംശയിക്കേണ്ടത് ആവശ്യമാണ്. ഞാനീ പറഞ്ഞ 5 പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിൽ ഏതെങ്കിലും 3 ഒരാളിൽ ഉണ്ടെങ്കിൽ, ഇത് കൊച്ചുകുട്ടികളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ പുരുഷന്മാരോ സ്ത്രീകളായിക്കോട്ടെ, അവർക്ക് ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും 3 തരം ലക്ഷണങ്ങളുണ്ടെങ്കിൽ അവർക്ക് രക്തക്കുറവുണ്ടോ എന്ന് പരിശോധിച്ചിരിക്കണം. ഇനി നമുക്ക് രക്തക്കുറവ് എളുപ്പത്തിന് പരിഹരിക്കാം. നമ്മുടെ ശരീരത്തിൽ വളരെ പെട്ടെന്ന് രക്തമൂറി വരുന്നതിന് പ്രധാനപ്പെട്ട 7-8 ഒറ്റമൂലികൾ ഞാൻ വിശദീകരിക്കാം. മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ശരീരത്തിൽ അയൺ കുറയുന്നു അല്ലെങ്കിൽ രക്തക്കുറവ് ഉണ്ടാകുന്നുവെങ്കിൽ അതിന് ഒരു കാരണമുണ്ടാകും, ഇല്ലേ? പലപ്പോഴും നമ്മുടെ ആഹാരത്തിൽ വരുന്ന പ്രശ്നങ്ങളോ ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ അയണിനെ നമ്മുടെ ശരീരത്തിന് വലിച്ചെടുക്കാൻ സാധിക്കാത്തതോ, ഇതെല്ലാം തന്നെ നമുക്ക് രക്തക്കുറവ് ഉണ്ടാക്കാൻ കാരണമാകാം. അതല്ലെങ്കിൽ രക്തം നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഏതെങ്കിലും രോഗങ്ങൾ നമുക്കുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് നിങ്ങൾക്ക് ശരീരത്തിൽ പ്രത്യേകിച്ച് വയറിനകത്ത് ഒരു അൾസർ ഉണ്ടാകുന്നു, ഇല്ലെങ്കിൽ കുടലിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മുറിവുകൾ ഡെവലപ്പ് ചെയ്യുന്നു, പൈൽസ് രോഗമുണ്ടെന്നിരിക്കട്ടെ, പലപ്പോഴും സ്ത്രീകൾക്ക് ബ്ലീഡിങ് ടെൻഡൻസി, ഈ മെൻസസിൻ്റെ സമയത്ത് കൂടുതൽ ബ്ലീഡിങ് പോകുന്നു എന്നൊരു ടെൻഡൻസി ഉണ്ടെന്നിരിക്കട്ടെ, ഈ സാഹചര്യത്തിലെല്ലാം നിങ്ങൾക്ക് അനീമിയ അഥവാ വിളർച്ച, രക്തക്കുറവ് അനുഭവപ്പെടാറുണ്ട്. ഏത് കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് രക്തക്കുറവ് ഉണ്ടാകുന്നത് എന്ന് കണ്ടെത്തി അത് പരിഹരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മാർഗം. രണ്ടാമത്തത്, വളരെ പെട്ടെന്ന് തിരിച്ച് രക്തം ശരീരത്തിലേക്ക് ഊറി വരാൻ, രക്തം ഇംപ്രൂവ് ചെയ്യാനുള്ള മാർഗങ്ങളാണ്. ഇങ്ങനെ രക്തം വളരെ പെട്ടെന്ന് തിരിച്ചെത്താനുള്ള, ഹീമോഗ്ലോബിൻ വർദ്ധിക്കാനുള്ള, രക്തക്കുറവ് മാറാനുള്ള ചില ഒറ്റമൂലികളാണ് ഞാനിവിടെ വിശദീകരിക്കുന്നത്.
ഒന്നാമത്തെ ഒറ്റമൂലി എന്ന് പറയുന്നത് നമ്മൾ ഏത് തരത്തിലുള്ള നോൺ വെജ് ഭക്ഷണം കഴിക്കുമ്പോഴും, അത് മീൻ ആയിക്കോട്ടെ ഇറച്ചി വർഗ്ഗമായിക്കോട്ടെ കഴിക്കുമ്പോഴും അതിനുശേഷം നിങ്ങൾ വൈറ്റമിൻ സി ചേർന്നിട്ടുള്ള ഏതെങ്കിലും ഒരു ഫ്രൂട്ട് കൂടെ കഴിക്കാൻ ശ്രമിക്കുക. അതായത് മത്സ്യങ്ങളാണെങ്കിൽ ചാള, ചൂര, അയല പോലുള്ള മത്സ്യങ്ങൾ കഴിക്കുക. അതല്ല നിങ്ങൾ ഇറച്ചി വർഗ്ഗമാണെങ്കിൽ ചിക്കനോ അല്ലെങ്കിൽ റെഡ് മീറ്റിനകത്തുള്ള ഹീം കണ്ടന്റ് നമ്മുടെ രക്തത്തിൽ വളരെ പെട്ടെന്ന് അയൺ വർദ്ധിക്കുന്നതിന് കാരണമാകും. ഇത്തരത്തിൽ നമ്മൾ ഇറച്ചി വർഗ്ഗങ്ങളോ മീനോ കഴിക്കുന്ന സമയത്ത് അത് കഴിച്ചതിന് ശേഷം നിങ്ങൾ നാരങ്ങയോ ഇല്ലെങ്കിൽ ഓറഞ്ചോ ഇല്ലെങ്കിൽ ഒരു പേരക്കയോ കഴിക്കുക. കാരണം ഈ പേരക്കകത്തും ഓറഞ്ചിനകത്തും എല്ലാം തന്നെ വൈറ്റമിൻ സി സമൃദ്ധിയായിട്ട് അടങ്ങിയിട്ടുണ്ട്. നമ്മൾ അയൺ കഴിക്കുമ്പോൾ, അതായത് അയൺ കണ്ടന്റ് ഉള്ള നോൺ വെജ് ഭക്ഷണം കഴിക്കുമ്പോൾ അതിനുശേഷം വൈറ്റമിൻ സി ചേർന്നിട്ടുള്ള ഒരു ഫുഡും കൂടെ കഴിക്കുമ്പോൾ വളരെ പെട്ടെന്ന് ഈ ഫുഡിനകത്തുള്ള അയണിനെ ശരീരം വലിച്ചെടുക്കാനായിട്ട് അത് സഹായിക്കും. അതുകൊണ്ട് ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾ ഓർത്തിരിക്കാൻ ശ്രമിക്കുക. ഇനി രണ്ടാമത്തെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒരു ആയുർവേദ ഒറ്റമൂലിയാണ്. നിങ്ങൾ യോഗേർട്ടില്ലേ, അധികം പുളിക്കാത്ത തൈര്, നമുക്ക് യോഗേർട്ട് മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ എടുക്കുന്ന കട്ടിയുള്ള തൈര് നിങ്ങൾ 1 ടീസ്പൂൺ എടുത്തതിന് ശേഷം അതിനകത്ത് ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ പൊടിപ്പിച്ച മഞ്ഞൾപ്പൊടിയില്ലേ, ഈ പൊടിപ്പിച്ച മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്യുക. ഇങ്ങനെ ദിവസവും രാവിലെയും രാത്രിയും കഴിക്കുക. ആയുർവേദത്തിൽ ഇത് രക്തമൂറാനായിട്ട്, ഹീമോഗ്ലോബിൻ വർദ്ധിക്കാൻ, രക്തം ഉണ്ടാകാനായിട്ട് സഹായിക്കുന്ന ഒറ്റമൂലിയാണെന്ന് പറയുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ഒറ്റമൂലി എന്ന് പറയുന്നത് 1 ടീസ്പൂൺ തേൻ എടുക്കുക. ചെറുതേൻ എടുത്തതിന് ശേഷം അതിനകത്ത് കറുത്ത എള്ള് വറുത്ത് പൊടിച്ചത് മിക്സ് ചെയ്തിട്ട് ദിവസത്തിൽ 1 നേരം കഴിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾക്ക്, പ്രത്യേകിച്ച് ഒരു 8 വയസ്സ് മുതലുള്ള പെൺകുട്ടികൾക്ക് ഈ കോമ്പിനേഷൻ നൽകുന്നത് നല്ലതാണ്. നമ്മുടെ കറുത്ത എള്ളിനകത്ത് അയൺ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം നിങ്ങൾ തേന് ചേർക്കുമ്പോൾ തേനിനകത്ത് കോപ്പർ അടങ്ങിയിട്ടുണ്ട്. ഈ കോമ്പിനേഷൻ നമുക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കെല്ലാം തന്നെ രക്തം കൂടുതൽ ഉണ്ടാകാനായിട്ട് സഹായിക്കും. ഇന്ന് ഈ മാസമുറ പീരീഡ്സ് തുടങ്ങുന്ന പെൺകുട്ടികൾക്ക് പലപ്പോഴും അസഹ്യമായ വയറുവേദനയെല്ലാം ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് രക്തക്കുറവാണ്. അവർക്ക് ഞാൻ ഈ പറഞ്ഞ കോമ്പിനേഷൻ പതിവായിട്ട് ദിവസവും രാവിലെയോ വൈകുന്നേരമോ 1 ടീസ്പൂൺ, അധികം വേണ്ട, ഒരു ചെറിയ ടീസ്പൂണിനകത്ത് നിങ്ങൾ തേൻ എടുത്തിട്ട് അതിനകത്തൊരു 1/2 ടീസ്പൂൺ വരെ കറുത്ത എള്ള് വറുത്ത് പൊടിച്ചത് നിങ്ങൾ നൽകുന്നത് നല്ലതായിരിക്കും. ടേസ്റ്റിയുമാണ്, കുട്ടികൾ കഴിക്കുകയും ചെയ്യും, അവർക്ക് രക്തക്കുറവ് മാറി വരികയും ചെയ്യും. ഇനി അടുത്ത ഒറ്റമൂലി എന്ന് പറയുന്നത് ഞാൻ മുൻപും പറഞ്ഞിട്ടുള്ളതാണ്. ഏത്തപ്പഴമില്ലേ, നമ്മുടെ നല്ലതായിട്ട് പഴുത്ത ഏത്തപ്പഴം പുഴുങ്ങിയിട്ട് അതിനകത്ത് ശർക്കര, നമ്മളൊന്ന് ചൂടാക്കിയ ശർക്കരയോ അല്ലെങ്കിൽ പൊടിച്ച ശർക്കരയോ നമ്മൾ മിക്സ് ചെയ്ത് ചേർക്കുക. എന്നിട്ട് അതിൽ നിങ്ങൾ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ തേനും കൂടെ ചേർത്തിട്ട് കഴിക്കുക. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും കഴിക്കാൻ സാധിക്കുന്ന രുചികരമായിട്ടുള്ള ഒരു ഒറ്റമൂലി കോമ്പിനേഷനാണ്. ഈ കോമ്പിനേഷൻ്റെ പ്രത്യേകത ശർക്കരയ്ക്കകത്ത് അയൺ ധാരാളം അടങ്ങിയിട്ടുണ്ട്. പഴുത്ത ഏത്തപ്പഴത്തിനകത്ത് ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഈ കോമ്പിനേഷനോടൊപ്പം നമ്മൾ അല്പം തേന് ചേർക്കുമ്പോൾ തേനിനകത്തുള്ള കോപ്പർ ഘടകങ്ങൾ നമ്മുടെ ആമാശയത്തിനകത്തും കുടലിനകത്തും കൂടുതലായിട്ടും അയൺ വലിച്ചെടുക്കാനായിട്ട് സഹായിക്കുകയും രക്തം പെട്ടെന്ന് ഉണ്ടാകുകയും ചെയ്യും. സോ ഈ കോമ്പിനേഷൻ കുട്ടികളാണെങ്കിലും പ്രമേഹ രോഗം ഇല്ലാത്ത മുതിർന്നവർക്കും കഴിക്കാവുന്നതാണ്. രക്തം വളരെ പെട്ടെന്ന് ഉണ്ടാകുന്നതിന്, പ്രത്യേകിച്ച് രക്തക്കുറവ് കൊണ്ടുള്ള തലകറക്കം എല്ലാം മാറാനായിട്ട് ഈ കോമ്പിനേഷൻ സഹായിക്കും. ഇനി ആറാമത്തെ ഒറ്റമൂലി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ, നമ്മുടെ വീടിന് പരിസരത്ത് കിട്ടുന്ന ഏതിനം ഇലവർഗ്ഗത്തോടൊപ്പം, അത് ചീര ആയിക്കോട്ടെ, മുരിങ്ങയിലായിക്കോട്ടെ, പയറിൻ്റെ ഇല, നമ്മുടെ സാധാരണ വീട്ടിൽ വളർത്തുന്ന പയറിൻ്റെ ഇലയായിക്കോട്ടെ, തഴുതാമ ഇലയായിക്കോട്ടെ, മധുരച്ചീരയുടെ ഇലയായിക്കോട്ടെ, ഈ ഇലവർഗ്ഗത്തോടൊപ്പം ഇലവർഗ്ഗം നമ്മൾ പാകം ചെയ്തതിന് ശേഷം കഴിക്കുന്നതിന് മുൻപ് നാരങ്ങ ഒരല്പം ഇതിൻ്റെ മുകളിൽ പിഴിഞ്ഞതിന് ശേഷം കഴിക്കുക. ഒരു ചെറിയ പുളിരസത്തോടു കൂടി രുചികരമായിട്ട് നമുക്ക് ഈ കോമ്പിനേഷൻ കഴിക്കാൻ പറ്റും. പലപ്പോഴും കുട്ടികളോടെല്ലാം നമ്മൾ ചീര കഴിക്കാൻ പറഞ്ഞാൽ അവർ വിമുഖത കാണിക്കാറുണ്ട്. എന്നാൽ ഈ ഒരു കോമ്പിനേഷൻ നൽകി നോക്കി അവർ കുറച്ചുകൂടി ഇഷ്ടത്തോടു കൂടി ഇതിനെ സമീപിക്കുന്നത് കാണാം. ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് ഇലക്കറിക്കകത്ത് സമൃദ്ധിയായിട്ട് അയണും ഫോളിക് ആസിഡും അടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ നാരങ്ങ നീരിലെ വൈറ്റമിൻ സി കൂടെ ഇതിനോടൊപ്പം ചേർക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇതിൻ്റെ അബ്സോർപ്ഷൻ കുറച്ചുകൂടി നന്നായിട്ട് നടക്കുകയും കുട്ടികൾക്ക് വിളർച്ച അല്ലെങ്കിൽ രക്തക്കുറവ് പെട്ടെന്ന് മാറാൻ സഹായിക്കുകയും ചെയ്യും. ഇനി ഏഴാമത്തെ ഒറ്റമൂലി എന്ന് പറയുന്നത് നമ്മുടെ ബീട്രൂട്ട് ഒരു ഹാഫ് ബോയിൽഡ് ഫോം, അതായത് ചെറുതായിട്ടൊന്ന് പുഴുങ്ങി അതൊന്ന് സോഫ്റ്റ് ആക്കിയതിന് ശേഷം അവ നന്നായിട്ട് ഞെക്കി ഉടച്ച് പൾവറൈസ് ചെയ്തതിന് ശേഷം അതിനകത്ത് നമ്മുടെ ഒരു നെല്ലിക്കയുടെ ചാറ് മിക്സ് ചെയ്യുക. ഈ കോമ്പിനേഷനകത്ത് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരല്പം ശർക്കരയോ അല്ലെങ്കിൽ ഒരല്പം തേനോ ചേർക്കാം. തേനിനകത്ത് കോപ്പർ അടങ്ങിയിട്ടുണ്ട്, ശർക്കരയ്ക്കകത്ത് അയൺ അടങ്ങിയിട്ടുണ്ട്. ഈ കോമ്പിനേഷൻ രുചികരവുമാണ്, നമുക്ക് ഫുഡിൻ്റെ ഒപ്പം കഴിക്കുകയും ചെയ്യാം, രക്തമുണ്ടാകാൻ സഹായിക്കുകയും ചെയ്യും. നെല്ലിക്ക എന്ന് പറയുന്നത് ഏറ്റവും റിച്ച് വൈറ്റമിൻ സി കണ്ടന്റ് ഉള്ള ഒരു ഫ്രൂട്ടാണ്. നമുക്ക് ഇത് ഒരു നെല്ലിക്കകത്ത് ഏകദേശം 700 മില്ലിഗ്രാം വരെ നമുക്ക് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്.
മാത്രമല്ല വളരെ ഉയർന്ന അളവിൽ അയൺ അടങ്ങിയിട്ടുള്ള കിഴങ്ങ് വർഗ്ഗമായിട്ടുള്ള ബീട്രൂട്ട് നമ്മൾ പുഴുങ്ങിയിട്ട് അതിൽ ഈ നെല്ലിക്ക ചേർക്കുമ്പോൾ ഈ കോമ്പിനേഷൻ വളരെ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ അയൺ അബ്സോർപ്ഷന് സഹായിക്കാറുണ്ട്. ചിലർ ഈ നെല്ലിക്ക വൈൻ ഉണ്ടാക്കിയിട്ട് നെല്ലിക്കയിട്ട് പുളിപ്പിച്ചുണ്ടാക്കുന്ന വൈനകത്ത് ബീട്രൂട്ട് ജ്യൂസ് ചേർത്ത് കഴിക്കുന്നതും രക്തക്കുറവിന് നല്ലതാണ് എന്ന് പറയാറുണ്ട്. ശരിയാണ്, ഈ കോമ്പിനേഷൻ എല്ലാം തന്നെ നമുക്ക് രക്തക്കുറവ് മാറ്റുന്നതിന് രക്തം ഉണ്ടാകാനുമായിട്ട് സഹായിക്കും. ഇനി എട്ടാമത്തെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് എള്ളുണ്ടയും ഈന്തപ്പഴമാണ്. എള്ളുണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, വളരെ ടേസ്റ്റി ആയിട്ട് എള്ളും ശർക്കരയും കൂടി മിക്സ് ചെയ്തിട്ട്, ഇന്ന് പലപ്പോഴും എള്ളിനോടൊപ്പം കരാമലാണ് മധുരത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. അതാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ദിവസവും ഒരു എള്ളുണ്ടയോടൊപ്പം 2-3 ഈന്തപ്പഴം കൂടി മിക്സ് ചെയ്തിട്ട് കുട്ടികൾക്ക് പതിവായിട്ട് നൽകുന്നത് വിളർച്ച മാറുന്നതിന് സഹായിക്കും. ഞാൻ ഈ പറഞ്ഞതിനകത്ത് പല കോമ്പിനേഷനും കുട്ടികൾക്ക് രുചികരമായി നൽകാൻ സാധിക്കുന്ന, അവർ ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണ വിഭാഗമാണ്. സോ ഇതെല്ലാം തന്നെ ഞാൻ ഈ പറഞ്ഞ ഏകദേശം 8ഓളം ഒറ്റമൂലി കോമ്പിനേഷൻസ് നമുക്ക് രക്തക്കുറവ് വളരെ പെട്ടെന്ന് പരിഹരിക്കുന്നതിന് സഹായിക്കും. ഇന്ന് അമിതമായിട്ടുള്ള ബ്ലീഡിംഗ് പ്രശ്നം കൊണ്ടോ, പലപ്പോഴും വേണ്ടത്ര ന്യൂട്രിയൻസ് കിട്ടാത്ത കുട്ടികൾക്കോ, ഇല്ലെങ്കിൽ പലപ്പോഴും കീമോതെറാപ്പി പോലുള്ള കടുത്ത ചികിത്സാ രീതികൾ കൊണ്ട് ശരീരത്തിൽ ഹീമോഗ്ലോബിൻ കുറഞ്ഞവരോ, ഈ ചിക്കൻ ഗുനിയ പോലെയോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കോവിഡ് ഒക്കെ ബാധിച്ചിട്ട് ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി കുറഞ്ഞവർക്കോ, അനീമിയ വന്നിട്ടുള്ളവർക്കോ എല്ലാം തന്നെ ഈ പറഞ്ഞ കോമ്പിനേഷൻസ് നൽകുന്നത് വളരെ പെട്ടെന്ന് അവർക്ക് ഈ രക്തക്കുറവ് മാറുന്നതിനും രക്തശരീരത്തിൽ ഊറുന്നതിനും സഹായിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഇൻഫർമേഷൻ നിങ്ങളെല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. ഒരുപാട് പേർക്ക് ഇത് ഉപകാരപ്പെടുമെന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.